പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000 മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവങ്ങളെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവര്, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവര്, പെൻഡിങ് ആയിരിക്കുന്നവര്, വിവാഹം ഒത്തുവരാത്തവര്, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവര്, മക്കളില്ലാത്തവര്, മക്കൾക്ക് വേണ്ടി ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവര്, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോനാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതര്, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവര്, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടുപോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടുപോകാനുള്ള വിവാഹം നടത്താനാളില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരനില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങള്, മാതാവേ, ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിന് വെള്ളമില്ലാത്തവര്, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാനും പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവര്, വീട് പൂർത്തിയാക്കാൻ പോകുന്നവര്, വീട് പരവാസ്ഥല് ആചരിക്കാൻ പോകുന്നവര്, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവര്, ലോൺ പാസ്സാകാത്തവര്, ലോൺ പ്രോസസ്സിലിരിക്കുന്നവര്, സിവിൽ നോട്ട് കുറവുള്ളവര്, പോയിന്റ് കുറവുള്ളവര്, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ.
എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ടത് ദൈവം ഭാവി കാലത്തെ എങ്ങനെ നോക്കി, നമ്മുടെ ഭാവി കാലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഹവയോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? പക്ഷെ ദൈവം ഉദ്ദേശിച്ച അവളെ അനുദപിക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ ചാൻസ് കൊടുക്കണത്. അനുദപിക്കാൻ അവസരമാണതേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ വഴിക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞ കാരണം അത് മനസ്സിലായില്ല. അനുദപിക്കാൻ അവസരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരും എന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അനുദപിക്കാൻ ദൈവം ഇങ്ങനെ അവസരം കൊടുക്കും, പക്ഷെ മനസ്സിലാവത്തില്ല ചിലർക്ക്. അതാണ് വിഷയം. ഇപ്പൊ നമ്മളെ മുതിർന്നവർ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായി നമ്മൾ ചെയ്തു. ഇപ്പൊ ചിലപ്പോൾ അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് അവർ ചോദിക്കണത്. എനിക്ക് വേറെ പടിയൊന്നുമില്ല ഇതിനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ചോദിച്ച അനുദപിക്കാനുള്ള അവസരത്തെ നമ്മുടെ തെറ്റുകളെ നീതീകരിക്കാൻ വേണ്ടി നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യും. അത് തന്നെയാണ് കായനും ചെയ്തത്. എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? പക്ഷെ അനുദപിക്കാൻ വേറെ ഒരാളിനൊരു അവസരം കൊടുത്ത് അയാളോടും ചോദിച്ചു. അയാൾ യൂറിയായെ കൊന്നു, അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി. അയാൾ അന്നത്തെ ഗതികെട്ട ജീവിതം കൊണ്ടാണ്. അയാളുടെ വൈഫൊക്കെ അയാളെ എതിർപ്പായിരുന്നു അയാളോട്, ദാവീദിനോട്. അയാൾ ഇസ്രായേലിന് വേണ്ടിയും ജീവമരണം വെച്ച് കർത്താവിൻ്റെ ഓഹരിയായ ഇസ്രായേലിന് വേണ്ടി നിലനിന്നതാണ്. കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാത്ത ഒരു മനുഷ്യനാണ് ഇയാൾ. അപ്പൊ പലതുകൊണ്ടും അവഗണന, മോസസിനെ ഉണ്ടായിരുന്ന പോലുള്ള അവഗണന ഇയാൾക്കുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് മുന്നിൽ കുറെ അബദ്ധങ്ങൾ സംഭവിച്ചു. അതിൻ്റെ പേരില്ലേ നമ്മൾ ഓർക്കണം, എപ്പോഴും നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് അവഗണന വരുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. അത് മറന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും അബദ്ധങ്ങൾ സംഭവിക്കും. ദാവീദിന് അങ്ങനെ അവഗണന വന്നതാണ്. സ്വന്തം വൈഫിൽ നിന്നൊക്കെ കളിയാക്കുമായിരുന്നു. നീ രാജാവാണോ, തുണിയില്ലാതെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണം, നാണം ഉണ്ടാതൊക്കെ അവർ ചോദിക്കും ഇയാളോട്. ഇയാൾക്ക് ഒരു അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ ബത്ശേബയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആകർഷണനായി. പിന്നെ അതെല്ലാം അബദ്ധമായിപ്പോയി. അബദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം
ഇയാളോട് ചോദിക്കും, നീ എന്താണ് ചെയ്തത്? ആ ചോദ്യം തന്നെയാണ് കായനോടും ആ ചോദ്യം തന്നെ ഹവ്വായോടും ചോദിച്ചത്. പക്ഷെ ഇവനോട് ചോദിക്കുമ്പോൾ ഉത്തരം വ്യത്യസ്തമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് 2 സാമുവേൽ 12:9. 2 സാമുവേൽ 12:9. എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അപ്പൊ ദൈവം ചോദിക്കുകയാണ്, നാഥാനിലൂടെയാണെന്നേ ഉള്ളു, എന്തുകൊണ്ട് നീ എന്റെ വചനം അനുസരിക്കാതെ ഈ തിന്മ ചെയ്തു എന്ന് ദൈവം ചോദിക്കുകയാണ്. പക്ഷെ ആ പാവപ്പെട്ടന്റെ ഉത്തരം കേട്ടെ, 2 സാമുവേൽ 12:13. അത് ഹവ്വയുടെ ഉത്തരമല്ല, അത് കായന്റെ ഉത്തരമല്ല. അതാണ് ദാവീദ് എന്ന് പറയുന്നത്. അവന് അത് അനുദപിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലായി. ആ ചോദ്യം, നീ എന്തുകൊണ്ട്, എന്താ ചോദ്യം എന്താണ്? എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അപ്പൊ ആ ഒരു ചോദ്യത്തിന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് ദാവീദിന് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഈ ഹവ്വായും ദാവീദും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ തെറ്റ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവനെ അബാൻഡൻ ചെയ്യുന്നില്ല. കാര്യം, നമുക്ക് 8855 വാഗ്ദാനങ്ങളിലുള്ളതിൽ ഒരു വാഗ്ദാനം ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് എന്നുള്ളതാണ്. അത് വാഗ്ദാനമാണ്. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രൊവിഷനിൽ പരിശുദ്ധാത്മാവ് പിടിച്ചു നിൽക്കുകയും ഇവനെ ലെഫ്റ്റ് ഓർഫൺ ആക്കണില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചങ്ക തകർന്ന് ചോദിക്കണാണ്, എന്താണ് നീ എന്നെ അനുസരിക്കാഞ്ഞത്? ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്തുകൊണ്ട്, നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പം ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇങ്ങനെ കായം പറഞ്ഞ വാക്കല്ല. ഞാനാണ് സഹോദരൻ്റെ കാവൽക്കാരൻ. ഹവ്വ ചോദിച്ചില്ലേ, സർപ്പവനെ വഞ്ചിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ദാവീദിൽ, അത് പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട് അത് പറയും. എന്താ ദാവീദ് പറഞ്ഞെന്ന് വെച്ചേ, 2 സാമുവേൽ 12:13. ഞാൻ കർത്താവിനെതിരായി ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതാണ് സംഭവം. ആ വിഷയം കർത്താവിന് കായനോടും പറയാമായിരുന്നു, ഹവ്വായോടും പറയാമായിരുന്നു. കാര്യം ദൈവത്തിന് ഒറ്റ വാക്കിൽ തീരാനുണ്ടായിരുന്നുള്ള വിഷയങ്ങളെല്ലാം. ഇവ രണ്ട് കക്ഷികളും അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു. ഇവനോട് അവർ ക്ഷമ തൽക്ഷണം കിട്ടി കണ്ടില്ലേ? എന്താ കാര്യം? ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു. കർത്താവിനെതിരായി പാപം അംഗീകരിച്ച സംഭവം അത് വല്ലാത്ത നീതി. നമുക്ക് അനുതാപം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗം അംഗീകരിക്കലാണ്. അബദ്ധം പറ്റിയത് അംഗീകരിക്കും. അപ്പൊ ഇത് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ, ദൈവതിരുസന്നിധി നിലനിൽക്കാനുള്ള ഒരു മാർഗം അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. അംഗീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണം വരെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം. നിങ്ങളിന്ന് ഭാവിയിൽ എത്ര കേമന്മാരായാലും, എൻ്റെ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു, കർത്താവിനെ കൈവിട്ട കാലം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകണം. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആത്മാവിൽ വളർത്തും. ദാവീദ് ഇനി പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതാണ് ദാവീദും കായേനും ദാവീദും ഹവ്വായും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദാവീദോട് പരിശുദ്ധാത്മാവ് പറയും, നീ അപ്പായോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എടുത്ത് കളയരുത് എന്നാണ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ്. കാര്യം, തള്ളിക്കളയുക, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. കാര്യം, അത് വാഗ്ദാന പ്രകാരമാണ് ആ പ്രാർത്ഥന പോണത്. അതായത് ദാവീദ് എന്നിട്ട് ദൈവത്തോട് പറയും, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാവന എന്നിൽ നിന്ന് എടുത്ത് കളയരുത്.
അങ്ങനെ ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വാഗ്ദാനത്തെ കുറിച്ച് അനുസ്മരിപ്പിക്കുക. ആ വാഗ്ദാനം കിടക്കണ എവിടെയാണ്? 1 സാമുവേൽ 12:22 തന്റെ ഉത്കൃഷ്ട നാമത്തെ ഫോർ ഹിസ് ഗ്രേറ്റ് നെയിം സേക്ക്, തന്റെ ഉത്കൃഷ്ട നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ഫോർ ദ ലോർഡ് വിൽ നോട്ട് ഫോർസേക്ക് ഹിസ് പീപ്പിൾ, കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അപ്പൊ നമ്മളെ ദൈവം ഇപ്പൊ നമ്മളെ പാപികളാണെങ്കിലും ദൈവം നമ്മളെ പരിത്യജിക്കാതിരിക്കുന്നത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ പ്രതിയാണ്. ഈ ഒരു പ്രൊവിഷനിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്ത് പ്രാർത്ഥിക്കണത്? സങ്കീർത്തനം പ്രാർത്ഥിക്കണത് എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാവന എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കർത്താവിൻ്റെ തിരുസന്നിധിനെ ദാവീദിനെ നിലനിർത്തും. ഈ നിലനിർത്താൻ സഹായിക്കുന്നത് ദാവീദിന്റെ അനുതാപം തന്നെയാണ്, പിന്നെ ദൈവസ്നേഹവും. കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയ ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ വിഷയം അതുപോലെ ആരുടെയും മേൽ കെട്ടിവെക്കാതെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അതിന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപപ്പെടുന്നതും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും നല്ല റെക്ടിഫിക്കേഷൻ നമുക്ക് കിട്ടാം. കർത്താവിൻ്റെ തിരുസന്നിധി വ്യാപരിക്കാൻ നിലനിൽക്കാൻ നമുക്ക് ന്യായം കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്തെ നമ്മൾ കാണേണ്ടത്. 10 ദിവസം ഞാൻ ആൻറ്റിബയോട്ടിക് എടുക്കുകയും 5 ദിവസം അഡ്മിറ്റ് ആയിക്കൊണ്ട് IV ആൻറ്റിബയോട്ടിക് എടുക്കുകയും ചെയ്തു. അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് അബോർഷനായി പോകേണ്ടതാണ്. പിന്നീട് 3 മാസത്തിന് ശേഷം പിന്നെയും ബ്ലീഡിങ് ആയി. ഞാൻ പിന്നെ അഡ്മിറ്റായി. ഡോക്ടർ അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ചാൻസും ഇല്ല കുഞ്ഞിന്, കാരണം ആഹാരം കിട്ടേണ്ട ഒന്നും തന്നെ, കാരണം അത് ബ്ലീഡിങ് ആയിട്ട് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റത്ത് തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം ഡോക്ടർ സ്കാൻ ചെയ്യുകയും ഒരു കുഴപ്പവും ഇല്ല എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് ഡിസംബറിൽ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. ഒരു കുഴപ്പവും കൂടാതെ ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അമ്മ മാതാവേ സ്തോത്രം, നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഗ്രേസി ആൻ്റണി. ഞാൻ തുറവൂരിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ അപ്പൻ്റെ പേരിൽ 75 സെൻറ്റ് നിലം ഉണ്ടായിരുന്നു. അത് 30 വർഷത്തോളമായി കിട്ടാതെ, അതിൻ്റെ പട്ടയം കിട്ടാതെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കയറി ഇറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് നടക്കുകയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള 7 സെൻറ്റ് സ്ഥലം ഒരു വ്യക്തി എടുക്കുകയും അങ്ങേരെ ഈ പട്ടയമില്ലാതെ കിടന്ന ഈ നിലം പുള്ളി വാങ്ങുകയും ചെയ്തു. ഞങ്ങൾക്ക് പട്ടയം കിട്ടുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എടുക്കുകയും ഞാൻ എടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ 19 പട്ടയത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 20 ജൂൺ മാസത്തിൽ എനിക്ക് പട്ടയം കിട്ടുകയും ആ പട്ടയം ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത് എൻ്റെ കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. ഈ അനുഗ്രഹത്തിന് ഈശോയോടും അമ്മയോടും തിരുക്കുമാനോടും കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ മകന് ഒരു ജോലി ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിൽ തന്ന നിരവധിയായ നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. 2018 ഉടമ്പടി എടുത്തത് ഞാൻ പഠിക്കുമ്പോഴത്തേക്കിനും സെക്കൻഡ് ഇയർ ഫെയിലായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എക്സാമൊക്കെ നല്ല ടഫായിരുന്നു. അപ്പോൾ പാസ്സാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പൊന്നും ഇല്ലായിരുന്നു.
പക്ഷേ മാതാവ് എന്നെ പാസ്സാക്കി. പിന്നെ വേറൊരു കാര്യം, ചേട്ടന് ജോലി ഇല്ലാഞ്ഞിട്ട് 4 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിനും ചേട്ടനും നല്ലൊരു ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളെ എവിടെയാണ് ജോലി കിട്ടിയത്? റെയിൽവേയിൽ ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് വിറവലുണ്ടായിരുന്നു കൈക്ക്. അപ്പോൾ അതൊക്കെ നല്ലപോലെ മാതാവ് എന്നെ സുഖപ്പെടുത്തി തന്നു. തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എന്നെ സുഖപ്പെടുത്തി. ഇതിനൊക്കെ മാതാവിനോടും ഈശോനോടും ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ പേര് ഉഷ. ഞാൻ അമ്പലപ്പുഴയിൽ നിന്നും വരുന്നു. 2019 മാർച്ച് മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി സ്വീകരിച്ചു. എൻ്റെ മകളുടെ 2ാമത്തെ പ്രസവത്തിന് 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ തലയ്ക്കൊരു വെള്ളക്കെട്ട് കണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു ചിലവർക്കിത് ഉണ്ടാകും, അത് പ്രസവം കഴിഞ്ഞിട്ട് നമുക്കത് സിസേറിയൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിലെ അമ്മയുടെ ഒരു പത്രം കിട്ടി. അതിലൂടെ ഇതറിഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത സ്കാനിങ്ങിൽ ഇത് കാണരുതെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് എൻ്റെ മകളുമായി അമൃത ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോയി. 7ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഡോക്ടർ അത് കാണിച്ചു തന്നു. നേർച്ച വസ്തുക്കൾ ഇവിടെ ഉടമ്പടി സ്വീകരിച്ച് നേർച്ച വസ്തുക്കൾ തൈലം കൊടുക്കുകയും അമ്മയുടെ കാശുരൂപം വയറിൽ വെച്ച് ഒഴിയുകയും ചെയ്യുമായിരുന്നു. പത്രം കുഞ്ഞിൻ്റെ ബെഡിൻ്റെ താഴെ വയ്ക്കുമായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ. അങ്ങനെ 7ാം മാസത്തിലെ സ്കാനിങ്ങിൽ അത് അപ്രത്യക്ഷമായി. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങളിവിടെ വന്ന് ആ കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ ജൂൺ 14 കുഞ്ഞിന് 3 വയസ്സാകുകയാണ്. ഞാൻ സാറാമ വർഗീസ് തിരുവല്ലയിൽ നിന്നും വരുന്നു. 2019 മെയ്യിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2021 മെയ്യിൽ 3ാമത്തെ പുതുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ മെയ് മാസത്തിൽ മോളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് എനിക്ക് ജൂണിൽ അറിയണം അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ജൂൺ 8-ാം തീയതി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മോള് ഖത്തറിലാണ്. അവൾ വിളിച്ചു പറഞ്ഞു, മമ്മി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. 1 വർഷമായിട്ട് അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5.5 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അതാണ് മാതാവ് തന്ന അത്ഭുതം. ആ കുഞ്ഞാണ് ഒരു ഖത്തറിൽ നിന്ന് വന്നതാണ്. അത് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിന്നത്. പിന്നെ എനിക്ക് ഒത്തിരി ടെൻഷനും പ്രയാസങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ മാതാവ് ഒരു പരിധി വരെ കുറച്ചെനിക്ക് തന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാനൊക്കെ നിൽക്കാനും ഒക്കെ ധൈര്യം കിട്ടിയത്. പിന്നെ മരുന്ന് 1 വർഷം കഴിച്ചിട്ട് നിർത്തിയായിരുന്നു? നിർത്തി. ഞാൻ പറഞ്ഞു കഴിക്കണ്ട, പിന്നെയും കഴിക്കാൻ പറയുന്നു. ഞാൻ പറഞ്ഞു കഴിക്കണ്ട, ഞാൻ മാതാവിനോട് ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചോളാം, അല്ലല്ലോ ഇനിയും വരുമ്പോൾ അച്ഛനെ വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പിറ്റേ മാസം പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന്. അതൊരു വലിയ അത്ഭുതമായിരുന്നു. പിന്നെ എനിക്ക് തൈലം തേച്ച് ദേഹത്ത് തടിപ്പുണ്ടായിരുന്നത് അത്ഭുതകരമായിട്ട് മാറി കിട്ടി. പിന്നെ മോള് CA ഫൈനൽ എക്സാം പഠിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് പാസ്. എൻ്റെ പേര് ബിജി. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2020 ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് 33 വർഷമായിട്ട് പൈൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, സൗദിയിലാണ്. അമ്മയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുത്തെ തൈലം വേറെ ആളുടെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ അമ്മ അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൈൽസ് മാറി കിട്ടി. എത്ര വർഷമായിട്ടാണ്? 33 വർഷമായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന പൈൽസ് രോഗം മാറി കിട്ടി. അതിനുശേഷം അമ്മയ്ക്ക് കോവിഡ് വന്നു. അപ്പോൾ അതും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. പിന്നീട് എൻ്റെ മകൾക്ക്, എൻ്റെ 2ാമത്തെ കുഞ്ഞിന്
ഒരു കിഡ്നിക്ക് വലിപ്പം കൂടുതലായിരുന്നു. അപ്പോൾ അവൾക്ക് 2019 നവംബറിലാണ് അവളെ പ്രസവിച്ചത്. അപ്പോൾ ഡിസംബർ ആയപ്പോൾ അവൾക്ക് ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അവൾക്ക് ഒരു കിഡ്നിക്ക് വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യണം, തിരുവനന്തപുരം SITയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു. അതിന് ഫലമായിട്ട് ഞങ്ങൾ SITയിൽ പോയി അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കണ്ട, വീണ്ടും ഒരു സ്കാൻ കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ അത് കിഡ്നി നോർമലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് പിന്നീട് ഞങ്ങൾ കൊറോണ കാരണം ഇങ്ങോട്ടൊന്നും വരാൻ സാധിച്ചില്ല. പിന്നെ ഇപ്പോൾ ഈ 2022 വന്ന് ഞങ്ങൾ വീണ്ടും ഉടമ്പടി പുതുക്കിയത്. അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളിവിടെ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ജോലി ശരിയായി, സൗദിയിലേക്ക് പോകുന്നതിനാണ്. മെയ് 15 എനിക്ക് പോകേണ്ടത്.